അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ബവാഇസുൽ ഖലാസ് മിനദ്ദുനൂബ് എന്ന ഗ്രന്ഥത്തിലെ 14-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള 13-ാമത്തെ മാർഗം അസ്സാലിസ അശറ മിൻ ബവാഇസി തർക്കി ദുനൂബ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ദേഹേച്ഛകളെ, മനസ്സിൻ്റെ കൊതികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കുക എന്നതാണ്. അതിനെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫഇന്ന ഫിദ്ദുനിയ അസ്ബാബൻ വഅലായിഖ് തസ്രിഫു ഹവൻ നഫ്സി ഇലൽ ബാത്തിലി വൽ മുഹറമാത്ത്. നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ തിന്മകളിലേക്ക്, ഹറാമുകളിലേക്ക് തിരിച്ചുവിടുന്ന പല ബന്ധങ്ങളും വഴികളും കാരണങ്ങളുമുണ്ട്. ഫയജിബു അലൽ അബ്ദി അൻ യഹ്രിസ കുല്ലൽ ഹിർസ്. അതിനാൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് നല്ല ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണം അലാ ഖത്ഇ ഹാദിഹിൽ അലായിഖ്. ഇത്തരം തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന മാർഗങ്ങളെ, അതിൻ്റെ പ്രേരകങ്ങളെ, വഴികളെ അടക്കണം, അത് മുറിച്ചു കളയണം എന്ന്. വഅൻ യജ്തഹിദ അഅളമൽ ഇജ്തിഹാദ് ഫീ സർഫി ഹവാഹു ഇലാ മാ യുഹിബ്ബുഹുല്ലാഹ്. തൻ്റെ ആഗ്രഹങ്ങളെയും ആശകളെയും ഒക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നതിലേക്ക് തിരിച്ചുവിടുവാൻ വേണ്ടി നന്നായി അയാൾ പരിശ്രമിക്കുകയും വേണം. കമാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനമാ സുഇല അയ്യുൽ ജിഹാദി അഫ്ളൽ. ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൻ തുജാഹിദ നഫ്സക വഹവാക ഫീ ദാത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അഥവാ അള്ളാഹുവിന് വേണ്ടി നീ നിൻ്റെ നഫ്സിനോടും ദേഹേച്ഛയോടും ഒക്കെ നടത്തുന്ന ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ്. അതുകൊണ്ട് മനസ്സിൻ്റെ കൊതികൾക്ക് പിന്നാലെ പോകാതെ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക്, അള്ളാഹു എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് നോക്കി അതിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കണം. വഖദ് ദമ്മല്ലാഹു അസ്സ വജല്ല മൻ ഇൻഖാദ ലിഹവാഹു മുത്ലഖൻ. തൻ്റെ ഇച്ഛകൾക്ക് പരിപൂർണമായി കീഴൊതുങ്ങുന്ന ഒരാളെ അള്ളാഹു നന്നായി ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫഖാൽ, അള്ളാഹു പറയുകയാണ്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. തൻ്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയവന് നീ കണ്ടുവോ? വ അദല്ലഹുല്ലാഹ്. അള്ളാഹു അയാളെ വഴികേടിലാക്കിയിരിക്കുന്നു. അലാ ഇൽമിൻ വഖതമ അലാ സംഇഹി വഖൽബിഹി. അള്ളാഹുവിനറിയാം അയാൾ വഴികേടിലേ ആവുകയുള്ളൂ എന്ന്. അയാളുടെ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. അയാളുടെ കാതുകൾക്ക് അല്ലാഹു സീല് വെച്ചിട്ടുണ്ട്, ഹൃദയത്തിന് അയാൾ സീല് വെച്ചിട്ടുണ്ട്. വജഅല അലാ ബസരിഹി ഗിശാവ. അയാളുടെ കണ്ണിന് മീതെ ഒരു മൂടിയുണ്ട്. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്. അള്ളാഹുവിന് ശേഷം, അഥവാ അള്ളാഹുവിന് പുറമെ പിന്നെ ആരാണ് അയാൾക്ക് വഴി കാണിക്കാനുണ്ടാവുക? അഫലാ തദക്കറൂൻ. നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിച്ചത്. അപ്പോൾ ദേഹേച്ഛയുടെ പിന്നാലെ പോയാൽ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ കൊതികളും മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരാൾ പോയാൽ തീർച്ചയായും അയാൾക്ക് ലക്ഷ്യം നേടുവാൻ സാധിക്കുകയില്ല, വിജയം വരിക്കുവാൻ സാധിക്കുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എങ്ങനെയാണ്? ലാ യഹ്വാ ശൈഅൻ ഇല്ലാ റകിബഹു ലാ യഖാഫുല്ലാഹ അസ്സ വജൽ. ദേഹേച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തൊന്നു തോന്നുന്നുവോ അത് അയാൾ ചെയ്യും. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ അള്ളാഹ് വിലക്കിയതാണോ എന്നൊന്നും അയാൾ ശ്രദ്ധിക്കാതെ, പടച്ച റബ്ബിന് ഭയപ്പെടാതെ അയാൾ ദേഹേച്ഛയുടെ പിന്നാലെ പോകും. അതാണ് ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ എന്ന് പറഞ്ഞതെന്നാണ്. അപ്രകാരം തന്നെ വഖദ് ദക്കറ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഫീ കിതാബിഹി റൗളത്തുൽ മുഹിബ്ബീൻ. റൗളത്തുൽ മുഹിബ്ബീൻ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഫസ്ലൻ ഫീ ദമ്മിൽ ഹവ. ദേഹേച്ഛയെ പിൻപറ്റുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ ഒരു അധ്യായം തന്നെ, ഒരു ഭാഗം തന്നെ അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. വ ഔറദ ഫീഹി 50 അംറൻ
തുഈനുൽ മുസ്ലിമ അല തഗല്ലുബി അല ഹവാഹു. ഒരാൾക്ക് തൻ്റെ ദേഹേച്ഛയെ എങ്ങനെ കീഴ്പ്പെടുത്താൻ, അതിജയിക്കുവാൻ സാധിക്കും, അതിന് സഹായകമാകുന്ന 50ഓളം കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. വകൈഫ യജ്അലു ഹവാഹു താബിഅൻ ലിശർഇല്ലാ. എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ആഗ്രഹങ്ങളെ, ദേഹേച്ഛകളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അതിനെ പിൻപറ്റുന്ന രീതിയിൽ ദേഹേച്ഛകളെ മാറ്റിത്തീർക്കാൻ എങ്ങനെ സാധിക്കും? വമുവാഫിഖൻ ലിമാ യുഹിബ്ബുഹുല്ലാഹു വയർള. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന വിധത്തിൽ ഒരാൾക്ക് തൻ്റെ ഹോബികൾ, ആഗ്രഹങ്ങൾ, ആശകളൊക്കെ എങ്ങനെ മാറ്റിത്തീർക്കാൻ പറ്റും എന്നതും അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. വഖാല റഹിമഹുല്ലാ ഫി അവാഖിരി ഹാദൽ ഫസ്ൽ. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഇന്ന മുഖാലഫത്തൽ ഹവാ തൂജിബു ശറഫദ് ദുനിയ വ ശറഫൽ ആഖിറ. ഒരാൾ തൻ്റെ ദേഹേച്ഛക്ക് എതിർ പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് അത് ദുനിയാവിലും നാളെ പരലോകത്തും മഹത്വവും ശ്രേഷ്ഠതയും നേടിക്കൊടുക്കുന്ന ഒരു സംഗതിയാണ്. വഇസ്സൽ ലാഹിരി വഇസ്സൽ ബാത്തിൻ. ആന്തരികവും ബാഹ്യവുമായി അയാൾക്ക് അന്തസ്സും പ്രതാപവും അത് നേടിക്കൊടുക്കും. ഏത്? ദേഹേച്ഛ എവിടെ നിൽക്കുന്നു അതിന് എതിരിൽ അയാൾ സ്ഥാനം ഉറപ്പിച്ചാൽ. വമുതാബഅതുഹു ഐ അൽ ഹവ. എന്നാൽ ഒരാൾ തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റി അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിലോ തളഉൽ അബ്ദ ഫിദ്ദുനിയ വൽ ആഖിറ. അത് അയാളെ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നീചനും നിന്ദനുമാക്കി തീർക്കും. വതുദില്ലുഹു ഫിൽ ലാഹിരി വൽ ബാത്തിൻ. പ്രത്യക്ഷവും പരോക്ഷവും ബാഹ്യവും ആന്തരികവും ഒക്കെയായി അയാൾക്കൊരു തരം നിന്ദതയും അതേപോലെ തന്നെ അധമത്വവുമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ദേഹേച്ഛകളോട് പടവെട്ടുവാൻ നമുക്ക് സാധിക്കണം. പിന്നീട് 14ാമത്തെ കാര്യമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുന്നത് അർറാബിഅ അശർ സർഫുൽ ഫിക്രി ഇലാ അജായിബി ആയാത്തില്ലാഹി അല്ലതി നദബ ഇബാദഹു ഇല തഫക്കുരി ഫീഹ. അള്ളാഹുവിൻ്റെ, പടച്ചറബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അത്ഭുതകരമായ അവൻ്റെ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നതാണ്. വഹിയ ആയാത്തുഹുൽ മത്ലൂവ. അത് നമ്മൾ പാരായണം ചെയ്യുന്നവൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, വചനങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആൻ പോലെ. വ ആയാത്തിഹിൽ മഖ്ലൂക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഫഇദസ്തൗലാ ദാലിക അലാ ഖൽബിഹി. അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ദഫഅ അൻഹു മുഹാദറത ശൈത്വാൻ. പിശാചിൻ്റെ ആഗമനത്തെ അത് പ്രതിരോധിക്കും, തടയും. വ മുഹാദസതഹു വ വസ്വാസഹു. പിശാച് അയാളുമായി സംസാരിക്കുന്നതിനെയും അയാളുടെ മനസ്സിൽ ദുർബോധനം നടത്തുന്നതിനെയും ഒക്കെ അത് തടയും. കാരണം എപ്പോഴും അയാൾ ഖുർആനും അതേപോലെ അള്ളാഹുവിൻ്റെ ഭൗതിക ദൃഷ്ടാന്തങ്ങളുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചിന്ത എല്ലാം അതിൽ ഉടങ്ങി നിൽക്കുമ്പോൾ, അതിൽ വ്യാപൃതമാകുമ്പോൾ പിശാചിന് അവിടെ കടന്നു വരാൻ ഒരു വഴിയും സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. وما أعظم غبن من أمكنه أن لا يزال محاضر الرحمن ورسوله والصحابة. എത്രമാത്രം വലിയ നഷ്ടമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം പടച്ചറബിനെ സംബന്ധിച്ചും അവൻ്റെ റസൂലിനെ സംബന്ധിച്ചും സഹാബത്തിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചിന്തകളും വർത്തമാനങ്ങളും അയാൾ മറന്ന് മാറ്റിവെച്ച് ഫറഗിബ അൻ ദാലിക ഇലാ മുഹാദറത്തി ശൈത്വാൻ മിനൽ ഇൻസി വൽ ജിന്നി. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിൻ്റെ വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കുന്ന, അള്ളാഹ് പറഞ്ഞത്, റസൂല് പഠിപ്പിച്ചത്, സ്വഹാബത്ത് പറഞ്ഞത്, ഇതിലേക്കൊന്നും കാതും മനസ്സും ഹൃദയവും കൊടുക്കാതെ അതിൽ നിന്നൊക്കെ വെറുത്ത് മാറി പിശാചിൻ്റെ സംസാരങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും ചെവി കൊടുക്കുന്ന ആൾക്ക് സംഭവിക്കുന്ന പരാജയം എത്ര വലിയ നഷ്ടമായിരിക്കും, പരാജയമായിരിക്കും. ഫലാ ഗബ്ന ബഅദ ഹാദൽ ഗബ്ൻ. ഇതിനേക്കാൾ വലിയൊരു നഷ്ടം, ഇതിനേക്കാൾ വലിയൊരു പരാജയം വേറെ ഇല്ല എന്നാണ്. വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുമൊക്കെ
ശക്തിപ്പെടുത്തുന്ന, പുഷ്ടിപ്പെടുത്തുന്ന ചിന്തകളായിരിക്കണം. അത് പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുമ്പോഴും ഖുർആനിൻ്റെ വചനങ്ങൾ അർത്ഥം ഗ്രഹിച്ച് അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ ഊളിയിട്ടിറങ്ങുമ്പോഴും ഭൗതിക ലോകത്ത് നാം കാണുന്ന ബാഹ്യമായ സൃഷ്ടികളുടെ സൃഷ്ടിപ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ശക്തിപ്പെടും. അപ്പോൾ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, പിശാചിൻ്റെ പിടുത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.